ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആണ് മെയിനായിട്ട് പറഞ്ഞേക്കണത്. പിന്നെ ജനറലായിട്ട് സർവീസ് ചെയ്യുക, ഫുള്ളായിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വണ്ടിയുടെ ഉള്ള വർക്കുകളൊക്കെ നോക്കിയിട്ട് എന്താ കംപ്ലൈൻറ്റ്സ് എന്ന് വെച്ചാൽ നോക്കി ക്ലിയർ ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും നമ്മൾ അയക്കണില്ല, ജനറലായിട്ടുള്ള സർവീസിന് വേണ്ടി നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജനറൽ സർവീസായിട്ട് കയറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വണ്ടിയുടെ ഏകദേശം ഒരു കണ്ടീഷൻ നമുക്ക് അറിയാൻ പറ്റും. എത്രത്തോളം വണ്ടിയുടെ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ദിവസം അറിയാം, ഏതൊക്കെ പാർട്സുകളാണ് ഡാമേജ് ഉള്ളതെന്നുള്ള ദിവസം പറയാം. അതൊക്കെ അറിയാനായിട്ട് പറ്റും. പിന്നെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമൊക്കെ തുരുമ്പിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓൾറെഡി മാറ്റണേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിൻ്റെ തകിടൊക്കെ മൊത്തം തുരുമ്പിട്ട് പോയതാണ്. അപ്പോൾ അത് മാറ്റണേഴ്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കിക്കർ അടിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. സെൽഫിൽ വണ്ടി സ്റ്റാർട്ടാവില്ല. ബാറ്ററിയുടെ കംപ്ലൈൻറ്റാണ് സെൽഫിൽ സ്റ്റാർട്ട് ആവാത്തതിൻ്റെ കാരണം. കിക്കർ അടിച്ചപ്പോൾ കംപ്രഷൻ ലീക്കേജ് ചെറുതായിട്ടുണ്ടായിരുന്നു. 2-3 പ്രാവശ്യം അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ടായി കിട്ടി. ഓടിച്ചു നോക്കി, വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ്സ് മിസ്സിങ്ങിൻ്റെ പ്രശ്നങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അത് ആ രീതിയിലാണ് നമ്മൾ വർക്കിന് കയറ്റിയാണ്. പിന്നെ ജനറൽ സർവീസായിട്ട് പറഞ്ഞേക്കണത് കൊണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് പറഞ്ഞേക്കണതുകൊണ്ട് നമ്മൾ സർവീസിന് വേണ്ടി അയച്ചിട്ടുണ്ട്. ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. എന്നാൽ പോലും നമുക്ക് ഉപയോഗിക്കാനുണ്ട്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റ് വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയർ നോക്കി, ടയർ അത്യാവശ്യം നല്ല ടയറാണ്. ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ ബാക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പൈപ്പ് വരും, ബ്രീത്തർ പൈപ്പ് എന്ന് പറയാം. അതായത് അതിൻ്റെ ഉള്ളിലേക്ക് എയർ പാസ് ചെയ്യാനുള്ള ഒരു പൈപ്പാണ്. അത് ഓൾറെഡി ഇതുമേ ഇല്ല, ചാടി പോയേക്കാണ്. അപ്പോൾ ഇങ്ങനെ കിടന്ന് ഓടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങി ഗിയർ ബോക്സിൽ മൊത്തം വെള്ളം ആവാനാണ് സാധ്യത. ഞാൻ അഴിച്ചു നോക്കിയിട്ടില്ല. നമുക്ക് എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി പെർമിഷൻ കിട്ടിയാലാണ് നമുക്കത് അഴിച്ച് റീസെറ്റ് നടക്കുള്ളൂ. അപ്പോൾ തൽക്കാലം ഞാൻ അതിൻ്റെ ഗിയർ ഓയിലൊക്കെ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ പൈപ്പ് പോയേക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പൈപ്പ് വന്നിട്ട് ഈ എയർ ഫിൽറ്റർ ബോക്സിൽ വെറുതെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചാലാണ് അതെങ്ങനെയോ ചാടി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ, എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്റർ കിടക്കണേ, വലിയ പഴക്കമായിട്ടില്ല. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. അത് നമുക്ക് ജനറൽ സർവീസ് ക്ലച്ച് ഗ്രീസിങ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി അയച്ചാണ്. അഴിച്ച് ചെക്ക് ചെയ്യേണ്ട സമയത്ത് നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. അതായത് ഇവിടെയൊക്കെ പൊട്ടി, ഇവിടെ ഓരോ ലെഗ് ഒരു കട്ടയൊക്കെ എടുത്ത് പോയി പൊട്ടി പൊളിഞ്ഞൊരവസ്ഥയിലാണ് നിൽക്കണേ. അപ്പോൾ ബെൽറ്റ് നമുക്ക് എന്തെങ്കിലും മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ബെൽറ്റൊക്കെ ഉരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ നല്ല രീതിയിലുണ്ട്. ഇവിടെ നോക്കുമ്പോൾ സാധാരണയിൽ കൂടുതൽ പൊടിയിനകത്ത് കാണുന്നുണ്ട്. സാധാരണ ഇത്രയും പൊടിയൊന്നും അങ്ങനെ വരില്ല, കാരണം ഇത് നല്ല രീതിയിൽ കട്ടിക്ക് റബ്ബർ ഉരഞ്ഞിട്ടുള്ള പൊടിയാണ്. അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീലുകൾ, അതിൻ്റെ ഈ ബെൽറ്റ് വർക്ക് ചെയ്യുന്ന ഭാഗത്തുള്ള വീലുകൾ തുരുമ്പിട്ടിരിക്കുക. ഈ തുരുമ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു റഫ്നെസ് വരും, ഒരു ഗ്രിപ്പ് വരും. ആ ഗ്രിപ്പുള്ളിടത്ത് ബെൽറ്റ് കിടന്ന് ഓടുമ്പോഴാണ് ബെൽറ്റ് കട്ടായി ഇതേപോലെ പൊടിഞ്ഞു പോകുന്നത് കേട്ടോ. സാധാരണ പോവും, പക്ഷേ ഇതേപോലെ ഇത് നല്ല രീതിയിൽ നമ്മളിപ്പോൾ സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് ഉരച്ച് കളയണ പോലെ വരും ഇത് എടുക്കുമ്പോൾ. ഈ വീലുകൾ കംപ്ലൈൻ്റ് ഉണ്ട്, ഇവിടെ തേമാനം കാര്യമുണ്ട്, ഇവിടെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം അത് ഉരച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക, ബെൽറ്റ് മാറ്റാം. അതാണ് നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റുക. അതല്ലെങ്കിൽ പിന്നെ ആ വീലുകൾ ഡാമേജ്, തുരുമ്പുള്ള വീലുകളൊക്കെ മാറ്റി സെറ്റ് ചെയ്യേണ്ടി വരും. അതൊരല്പം കോസ്റ്റ്ലി ആയിരിക്കും. അത് തൽക്കാലം നമ്മൾ എസ്റ്റിമേറ്റിൽ കാണിക്കുന്നില്ല കേട്ടോ. ബെൽറ്റ് എന്തായാലും ഉൾപ്പെടുത്താം, അതല്ലാന്നുണ്ടെങ്കിൽ ബെൽറ്റ് പൊട്ടി വഴിപ്പെടും. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു വി ബുഷ് പീസ് സെറ്റ് സ്ലൈഡ് എന്ന് പറയാം, ആ ഒരു കട്ട അത് ചേഞ്ച് ചെയ്തിടാം. ക്ലച്ച് യൂണിറ്റൊക്കെ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എൻജിൻ ഹെഡിൻ്റെ അവിടെ ചെറിയ ലീക്ക് ഉണ്ട്, ഓയിൽ ലീക്ക്. ചെറുതല്ല, ഇച്ചിരി നന്നായിട്ട് തന്നെ ഉണ്ട്. ആ കവർ ഗ്യാസ്കറ്റിൻ്റെ ഉള്ളിൽ റബ്ബർ ബീഡിങ് പോയേക്കാണ്. അത് അഴിച്ച് മാറ്റിയ മൗണ്ട് റബ്ബർ മാറ്റിയിട്ട് അത് ഓക്കെ ആയിക്കോളും. പിന്നെ ചോക്ക് കേബിൾ ഉപയോഗിക്കാതിരുന്ന ടൈറ്റ് വന്നേക്കാണ്. അപ്പോൾ ആ കേബിൾ നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം. അതേപോലെ തന്നെയാണ് ആക്സിലേറ്റർ കേബിളും ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് നമുക്ക് കേബിളും ചോക്ക് കേബിളും ആക്സിലേറ്റർ കേബിളും മാറ്റിയിടുന്ന കൂട്ടത്തേക്കൂടെ തന്നെ കാർബറേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നതല്ല. കാരണം എന്ന് വെച്ചാൽ വല്ലാത്തൊരവസ്ഥയിലാണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയൊക്കെ, മൊത്തം പൊടി കയറി ചെളിയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ രീതിയിൽ തന്നെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് ഫുള്ളായിട്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ആ കാർബറേറ്ററും കൂടി നയിച്ച് ക്ലീൻ ചെയ്തിടാണെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ അത്ര ക്ലിയറായി പോയിക്കോളും. ആ പെട്രോൾ പൈപ്പ് ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിടാണെങ്കിൽ അത്രയും ഭാഗങ്ങൾ ക്ലിയറായിട്ട് പോകും. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു, സ്റ്റിക്കിനകത്ത് ലെവൽ കണ്ടില്ല. അപ്പോൾ ഞാൻ ഓയിൽ ഊറ്റി നോക്കിയതാണ്. നമുക്ക് നിലവിൽ ആകെ ഉള്ള ഓയിൽ ഏകദേശം ഒരു 50 മില്ലി ഓയിലേ ഉള്ളൂ ഇതിനകത്ത്. ശരിക്കും ഇതിൻ്റെ എൻജിൻ ഓയിലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 800 മില്ലി വേണം നമുക്കിതിനകത്ത്. ആ സ്ഥാനത്താണ് 50 മില്ലി ഓയിലുള്ളത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാവാം നമുക്ക് ഈ ഭാഗത്ത് ഓയിൽ ലീക്ക് അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു. അത് കൂടാതെ കൊണ്ട് ഒന്നോലോ ഓയിൽ മാറാനായിട്ട് വൈകിട്ട് ഓയിൽ ലെവൽ കുറഞ്ഞു പോയത്, അതല്ലെങ്കിൽ ഓയിൽ മൈന്യൂട്ടായിട്ട് കത്തി ലെവൽ കുറയുന്നത്.
അപ്പോൾ ഓയിൽ കയറി കത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വണ്ടി സ്റ്റാർട്ടായി കിട്ടാനായിട്ട് എൻജിൻ കംപ്രഷൻ ലീക്കേജ് കാണിച്ചതിൻ്റെ കാരണം. അപ്പോൾ നിലവിൽ എൻജിൻ ഓയിലൊക്കെ മാറ്റി നമ്മൾ ഫില്ല് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ കൂടുമ്പോൾ എൻജിൻ ഓയിൽ എത്രത്തോളം കുറഞ്ഞു പോകേണ്ടെന്ന് നോക്കി അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കേസ് അതൊക്കെ പുറമേ നിന്ന് ചെയ്യാവുന്ന വർക്കുകളാണ്. ഈ എൻജിൻ്റെ ഉള്ളിൽ ഓയിൽ കത്തുന്ന കംപ്ലയിൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ എൻജിൻ ഹെഡിൻ്റെ ഭാഗം അഴിക്കണം. അത് അഴിച്ച് നോക്കിയാലാണ് അതിൻ്റെ കണ്ടീഷനൊക്കെ അറിയാമുള്ളൂ. ആ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്നും നമ്മൾ തൽക്കാലം എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. പക്ഷേ അറിഞ്ഞിരിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ ഓയിൽ കത്തുന്ന കംപ്ലയിൻറ്റ് ഈ വണ്ടിക്ക് ഉണ്ട് എന്നുള്ള കേസ് മനസ്സിലാക്കാം. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എൻജിൻ കംപ്രഷൻ ലീക്ക് ആവുന്നുണ്ട്. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ഇടയ്ക്കിടെ വരാനുള്ള സാധ്യത 90% കൂടുതലാണ്. അതും കൂടി അറിഞ്ഞിരിക്കുക. ഇനി അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അഴിക്കേണ്ടി വരും. ഞാനപ്പോൾ തൽക്കാലം എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തുന്നില്ല. അതല്ലാണ്ടുള്ള വർക്കാണ് ഇപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് കാണിക്കുന്നത്. അതും പ്രകാരം നോക്കാം. പിന്നെ വണ്ടി ക്ലിയറായിട്ട് പക്കയായിട്ട് നമ്മൾ ചെയ്ത് കൊണ്ടുപോകണമെന്ന് ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ആ ഭാഗം കൂടി അഴിച്ച് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. അത് കൃത്യമായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ വിളിച്ച് ആവശ്യപ്പെടുക. നമുക്ക് ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്തു പോവാം. അതിൻ്റെ എസ്റ്റിമേറ്റ് അങ്ങനെയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് അപ്പോൾ പറയാം. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഭാഗത്തും ചെറിയ കംപ്ലയിൻസ് ഉണ്ട്. വണ്ടി ബുഷ് കാര്യങ്ങളൊക്കെ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. ഗ്രീൻ ബുഷ് പോയിട്ടുണ്ട്, കോളർ ബുഷ് പോയിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ലൈൻഡർ മാക്സിമം അഡ്ജസ്റ്റിങ് കഴിഞ്ഞാണ്. കേബിളൊന്നും കമ്പനി കേബിളൊന്നും അല്ല, ഒറിജിനൽ കേബിളൊന്നും അല്ല. മൊത്തത്തിൽ ഷെക്കായ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ബ്രേക്ക് ലൈൻഡർ ഒന്ന് മാറ്റിയിടുന്നത് ബ്രേക്കിന് നല്ലതാണ്. എന്നാലാണ് ബ്രേക്ക് കിട്ടുള്ളൂ. ടയർ കാര്യങ്ങൾ കുഴപ്പമില്ല, വീൽ ബെയറിങ് കുഴപ്പമില്ല. പക്ഷേ ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഉള്ളിൽ തന്നെ ബെയറിങ് കംപ്ലയിൻ്റ് ആണ്. അത് ഗട്ടറൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് അടി കാണിക്കണം അതിൻ്റെയാണ്. പിന്നെ ഹാൻഡിൽ കവർ ഈ വന്ന ബ്ലാക്ക് ഹെഡ്ലൈറ്റ് പിടിക്കണമെങ്കിൽ ബ്ലാക്ക് കവറിൻ്റെ ഇവിടെ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഈ രീതിയിൽ ഷെയ്ക്ക് കാണിക്കും. അത് നമുക്കത് മാറ്റാതെ ഒന്നും ആ കംപ്ലയിൻറ്റ് മാറില്ല. അതാദ്യം മനസ്സിലാക്കാം. കാരണം ഫൈബർ ബോഡിയാണ്, വേറെ നമുക്കതൊന്നും ചെയ്ത് കാണില്ല കേട്ടോ. പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2022 വെച്ചാണ് ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററിയാണ്. കാണുമ്പോൾ പുതിയതായിട്ടൊക്കെ തോന്നും, പക്ഷേ 2022 വെച്ചാണ് ബാറ്ററിയാണ്. ബാറ്ററി എപ്പോൾ വെച്ചു എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ 2022 ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി. വോൾട്ട് നോക്കുമ്പോൾ തന്നെ വോൾട്ട് വളരെ ലോ ആണ്. 5 വോൾട്ടൊക്കെ വന്നുള്ളൂ. ടെസ്റ്റിലേക്കൊന്നും കൊടുക്കണ്ട, അയക്കുമ്പോൾ തന്നെ ഫുൾ കട്ടായി പോകണം. ബാറ്ററി കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫിൻ്റെ കേസ് റെഡിയാക്കാൻ പറ്റുള്ളൂ. പിന്നെ ചാർജിൽ വേണമെങ്കിൽ ഇട്ട് നോക്കാം. അതുകൊണ്ട് കാര്യമില്ല. കാരണം ഇത്ര വോൾട്ട് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റോറേജ് കിട്ടില്ല. ചാർജ് കയറും, ഒരു പക്ഷേ 1-2 സെൽഫൊക്കെ അടിക്കാനൊക്കെ പറ്റിയേക്കും. പക്ഷേ ബാറ്ററി സ്റ്റോറേജ് ആയിട്ട് നിൽക്കില്ല, കംപ്ലയിൻറ്റ് കാണിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളുടെ ഒരു ഓവർ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ സർവീസിന് കയറ്റുമ്പോൾ ചെയ്യേണ്ടതായിട്ട് വർക്കുകളൊക്കെ. അപ്പോൾ അത്യാവശ്യം മെയിൻ്റനൻസ് കംപ്ലയിൻസുകൾ വണ്ടിക്ക് ഉണ്ട്. ഈ പ്ലാറ്റ്ഫോം ഈ 2 കവർ തന്നെ വരുമ്പോൾ ഏകദേശം 2000 രൂപ മുകളിൽ നമുക്ക് റേറ്റ് വരും. ഈ ഒരു പീസ് 2 പീസായിട്ട് വരാം. ഇവിടെ നിങ്ങളുടേക്ക് ഇച്ചിരി വലിയ പീസാണ്. അത് ഏകദേശം ഒരു 1000-1700 നമുക്ക് അതിന് കോസ്റ്റ് വരും. ഇവിടേക്ക് വന്ന ചെറിയ പീസിന് എനിക്ക് തോന്നുന്നു 900 രൂപ താഴെ നമുക്ക് അതിനും റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആവറേജ് അപ്പം തന്നെ അതിനുള്ള റേറ്റ് വരും. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഇട്ടിട്ട് ഞാൻ ഡയറക്റ്റ് ഫോണിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഞാൻ വാട്സാപ്പിൽ വീഡിയോ അയച്ചു തരാം. അപ്പോൾ വീഡിയോ കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ റിപ്ലൈ കിട്ടും. ഇനി അതല്ലെങ്കിൽ നേരിട്ട് വന്ന് കാണാൻ പറ്റുമെങ്കിൽ നോക്കാം. അതും പ്രകാരം വന്നിട്ട് കണ്ടിട്ട് അപ്രൂവൽ കൊടുക്കാം എന്തെങ്കിലും കേട്ടോ. എന്തായാലും നമുക്കതിൻ്റെ കറക്റ്റ് പെർമിഷൻ കിട്ടിയിട്ട് വേണം നമുക്ക് വർക്ക് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം, അല്ലെങ്കിൽ നേരിട്ടൊന്ന് വരെ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് അതിനകത്ത് ഉൾപ്പെടുത്തണേ. അപ്പോൾ അതിനകത്ത് കുറേ കംപ്ലയിൻസുകളുണ്ട്. ഗിയർ ബോക്സിൻ്റെ ഈ പൈപ്പൊക്കെ പോയേക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഗിയർ ബോക്സ് അഴിച്ച് റീസെറ്റ് ചെയ്യണമായിരിക്കും കുറേ കൂടി നല്ലത്. പിന്നെ എഞ്ചിൻ കംപ്രഷൻ ലീക്ക് ഉള്ളതുകൊണ്ട് ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യണതാണ് എന്തുകൊണ്ടും നല്ലത്. അതല്ലെങ്കിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വരും. അപ്പോൾ നമ്മളിപ്പോൾ സർവീസ് ചെയ്തതുകൊണ്ട് വാഹനത്തിന് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് മാറാനൊന്നും പോകില്ല. കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് പുറമെയുള്ള വർക്കുകളാണ്. എഞ്ചിൻ്റെ ഉള്ളിലുള്ള പ്രോബ്ലം അത് അഴിച്ച് തന്നെ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഇതിനെ വർക്കുകൾ ചെയ്യാൻ പറഞ്ഞ അപ്രൂവൽ, അതായത് അനുമതി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതിനുശേഷം മാത്രം പറഞ്ഞാൽ മതി. അതും പ്രകാരം നമ്മൾ വണ്ടി വെയിറ്റ് ചെയ്യാം. അത് എന്തെങ്കിലും നിങ്ങൾ പെർമിഷൻ തന്നിട്ടാണ് എന്തെങ്കിലും ചെയ്യുള്ളൂ. അപ്പോൾ എന്തെങ്കിലും വീഡിയോ കണ്ട് കൃത്യമായിട്ടും മനസ്സിലാക്കുക. ഇനി സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കുക. അല്ലാതെ കൊണ്ട് പെർമിഷൻ കൊടുക്കരുത്, കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ.